നമസ്കാരം. എല്ലാവർക്കും വൃന്ദ ആസ്ട്രോളജിയിലേക്ക് സ്വാഗതം. ഞാൻ ഈ വീഡിയോയിൽ മേടൻ രാശിക്കാരായ അശ്വതി, ഭരണി, കാർത്തിക ആദ്യ 15 നാഴിക ചേരുന്ന നക്ഷത്രക്കാർക്ക് 2025 പുതുവർഷം എങ്ങനെ ആയിരിക്കും എന്നതിനെ പറ്റിയാണ് പറയുന്നത്. പുതുവർഷത്തിലെ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളുടെ സ്ഥിതി പറയാം. വ്യാഴം വർഷത്തിൽ 3 പ്രാവശ്യം രാശി മാറുന്നുണ്ട്. വ്യാഴം ജനുവരി 1 മുതൽ മെയ് 14, 2025 വരെ ഇടവൻ രാശിയിലാണ്. നിങ്ങളുടെ 2ാം ഭാവത്തിലാണ്, പറഞ്ഞാൽ ധനഭാവത്തിലാണ് വ്യാഴം. പിന്നെ മെയ് 14 ശേഷം വ്യാഴം ഇടവൻ രാശിയിൽ നിന്ന് മിഥുനൻ രാശിയിലേക്ക് രാശി മാറും. അപ്പോൾ നിങ്ങളുടെ 3ാം ഭാവത്തിലേക്ക് മാറും വ്യാഴം. പിന്നെ ഒക്ടോബർ 18 മുതൽ വളരെ കുറച്ച് സമയം മാത്രം വ്യാഴം കർക്കിടകൻ രാശിയിലേക്ക് രാശി മാറും. അപ്പോൾ നിങ്ങളുടെ 4ാം ഭാവത്തിലേക്ക് മാറും. പിന്നെ നവംബർ 11 കർക്കിടകൻ രാശിയിൽ വക്രഗതിയിൽ പിറകോട്ട് സഞ്ചരിക്കും വ്യാഴം. പിന്നെ ഡിസംബർ 5 വീണ്ടും മിഥുനൻ രാശിയിലേക്ക് പ്രവേശിക്കും വ്യാഴം. അപ്പോൾ ഒരു വർഷം മുഴുവനും മിഥുനൻ രാശിയിലാണ് പിന്നെ വ്യാഴം. അത് നിങ്ങളുടെ 3ാം ഭാവത്തിലാണ്. ശനി ജനുവരി 1 മുതൽ മാർച്ച് 29, 2025 വരെ ശനി കുംഭൻ രാശിയിലാണ്, നിങ്ങളുടെ ലാഭസ്ഥാനത്താണ്. പിന്നെ മാർച്ച് 29 ശേഷം ശനി മീനൻ രാശിയിലേക്ക് രാശി മാറും. അപ്പോൾ നിങ്ങളുടെ 12ാം ഭാവത്തിലേക്ക് മാറും ശനി. അതോടുകൂടെ നിങ്ങൾക്ക് 7.5 ശനിയുടെ ആദ്യഘട്ടം തുടങ്ങും. രാഹു ജനുവരി 1 മുതൽ മെയ് 18, 2025 വരെ മീനൻ രാശിയിലാണ്, നിങ്ങളുടെ 12ാം ഭാവത്തിലാണ്. മെയ് 18 ശേഷം വക്രഗതിയിൽ കുംഭൻ രാശിയിലേക്ക് രാശി മാറും. അപ്പോൾ നിങ്ങളുടെ 11ാം ഭാവത്തിലേക്ക് മാറും രാഹു. അത് നിങ്ങൾക്ക് ഏറ്റവും നല്ലതാണ്. കേതു ജനുവരി 1 മുതൽ മെയ് 18, 2025 വരെ കന്നിരാശിയിലേക്ക് രാശി മാറും. അപ്പോൾ നിങ്ങളുടെ 6ാം ഭാവത്തിലേക്ക് മാറും. പിന്നെ മെയ് 18 ശേഷം കേതു ചിങ്ങൻ രാശിയിലേക്ക് രാശി മാറും വക്രഗതിയിൽ. അപ്പോൾ നിങ്ങളുടെ 5ാം ഭാവത്തിൽ മാറും കേതു. സൂര്യദേവൻ എല്ലാ മാസവും രാശി മാറിക്കൊണ്ടിരിക്കും. മാർച്ച് 14 നിങ്ങളുടെ മേടൻ രാശിയിൽ പ്രവേശിക്കും. മറ്റെല്ലാ ഗ്രഹങ്ങളും ഇടയ്ക്കിടയ്ക്ക് രാശി മാറിക്കൊണ്ടിരിക്കും. പുതുവർഷം 2025 മേടൻ രാശിക്കാരായ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഗുണഫലവും എന്നാൽ കുറച്ച് സമ്മിശ്ര ഫലത്തോടു കൂടിയ ഫലം കിട്ടുന്ന ഒരു വർഷമായിരിക്കും. നിങ്ങളുടെ രാശിയാധിപൻ ചൊവ്വയാണ്. ചൊവ്വ ജനുവരി 21 വരെ കർക്കിടകൻ രാശിയിൽ പറഞ്ഞാൽ നീചരാശിയിലാണ്. പിന്നെ ജനുവരി 21 ശേഷം നിങ്ങൾക്ക് ആത്മധൈര്യത്തോടെ മുന്നേറാനും എല്ലാ കാര്യത്തിൽ വിജയിക്കാനും ഒക്കെ സാധിക്കും. നിങ്ങളുടെ ഭാഗ്യാധിപൻ വ്യാഴമാണ്. വ്യാഴം നിങ്ങൾക്ക് വർഷം മുഴുവനും കൂടുതലായിട്ട് ഗുണഫലമാണ് കിട്ടുക. ജനുവരി 1 മുതൽ മെയ് 14, 2025 വരെ വ്യാഴത്തിൻ്റെ സ്ഥിതി നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല ധനാഭിവൃദ്ധി ഉണ്ടാകും. നല്ല തീരുമാനമെടുക്കാൻ സാധിക്കും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കും. കുടുംബ ബന്ധുജനങ്ങളിൽ നിന്ന് മറ്റുള്ളവരിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഗുണഫലം കിട്ടും. പിന്നെ കടബാധ്യതകളൊക്കെ നിങ്ങളുടെ കുറഞ്ഞു തുടങ്ങും. തൊഴിൽപരമായിട്ട് നല്ല പുരോഗതി ഉണ്ടാക്കാൻ സാധിക്കും. 3ലുള്ള വ്യാഴം നിങ്ങൾക്ക് വ്യാഴത്തിൻ്റെ കൂടുതൽ ഗുണഫലവും എന്നാൽ കുറച്ച് സമ്മിശ്ര ഫലത്തോടു കൂടിയ ഫലമാണ് കിട്ടുക. നല്ല ആത്മധൈര്യത്തോടെ മുന്നേറാൻ പറ്റും. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ നല്ലതാകും. തൊഴിൽപരമായിട്ട് നല്ലതായിരിക്കും. പുതിയ പുതിയ അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. സുഹൃത്തുക്കളിൽ നിന്ന്, മറ്റുള്ളവരിൽ നിന്ന്, സഹോദരങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഗുണഫലം കിട്ടും. വിദേശത്ത്, സ്വദേശത്തൊക്കെ നല്ല പുതിയ അവസരങ്ങൾ കിട്ടും. വ്യാപാര അഭിവൃദ്ധി ഉണ്ടാകും. ബിസിനസ്സിൽ, ബിസിനസ്സിലൊക്കെ ലാഭം കിട്ടും. സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ള ആളുകൾക്ക്, അതുപോലെ കലാരംഗത്തെ എഴുത്തുകാർക്കൊക്കെ ഏറ്റവും നല്ലതായിരിക്കും. വിവാഹ ഭാഗ്യം, സന്താന ഗുണം വർദ്ധിക്കും. ഭാഗ്യവർദ്ധനവുണ്ടാകും. ആത്മീയ യാത്രകളൊക്കെ ചെയ്യാൻ പറ്റും. തൊഴിൽപരമായിട്ട് നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. ശനി നിങ്ങൾക്ക് മാർച്ച് 29 വരെ ഏറ്റവും നല്ല അനുകൂലമാണ്. മാർച്ച് 29 ശേഷം നിങ്ങളുടെ 7.5 ശനിയുടെ ആദ്യഘട്ടം തുടങ്ങും. അപ്പോൾ ശനിയുടെ ഒരു ഗുണദോഷ സമ്മിശ്ര ഫലമാണ് കിട്ടുക. വരുമാനവും ലാഭവും ഉണ്ടെങ്കിലും ചിലവ് വർദ്ധിക്കും. ശുഭകാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ചിലവ് വർദ്ധിക്കും. അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ ചിലവ് വർദ്ധിക്കും. തീരുമാനങ്ങൾ എടുക്കുമ്പോഴൊക്കെ നല്ല ശ്രദ്ധ വേണം. മറ്റുള്ളവരോട് കൂടെ ചോദിച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് കൂടുതലായിട്ട് നല്ലതാകും. പിന്നെ നിങ്ങളുടെ സംസാരം ശ്രദ്ധിക്കണം. അത് കുടുംബത്തായാലും ജോലി സ്ഥലത്തായാലും ഒക്കെ സംസാരം ശ്രദ്ധിക്കണം. പിന്നെ ഭക്ഷണകാര്യത്തിലെ പണമിടപാടുകളിലൊക്കെ നല്ല ശ്രദ്ധ വേണം. വാഹനങ്ങളൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കണം. അതുപോലെ നിങ്ങൾ യോഗ, മെഡിറ്റേഷനൊക്കെ ചെയ്യണം. നിങ്ങളുടെ ടെൻഷൻ, അതുപോലെ തന്നെ ആരോഗ്യമൊക്കെ നല്ലതാക്കും. രാഹു നിങ്ങൾക്ക് മെയ് 18 വരെ ഒരു സമ്മിശ്ര ഫലമാണ് കിട്ടുക. മെയ് 18 ശേഷം നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ ഫലം കിട്ടാൻ തുടങ്ങും. പെട്ടെന്ന് ധനാഭിവൃദ്ധി ഉണ്ടാകും. ചിലർക്ക് ലോട്ടറി ചിട്ടിയിൽ നിന്നൊക്കെ ലാഭം കിട്ടും. ഷെയർ മാർക്കറ്റിൽ നിന്ന്, പഴയ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നൊക്കെ നല്ല ധനലാഭം ഉണ്ടാകും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കും. രാഷ്ട്രീയത്തെ, കലാരംഗത്തെ, കായിക രംഗത്തെ, സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ള ആളുകൾക്ക് ഏറ്റവും നല്ലതായിരിക്കും. അതുപോലെ തന്നെ കേതു നിങ്ങൾക്ക് തുടക്കത്തിൽ നിങ്ങളുടെ 6ാം ഭാവത്തിലാണ്. മെയ് 18 കേതു നിങ്ങളുടെ 5ാം ഭാവത്തിലേക്ക് രാശി മാറും. 5ലുള്ള കേതു നിങ്ങൾക്ക് പുതിയതെന്തെങ്കിലും പഠിക്കാൻ, അതുപോലെ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. ക്രിയേറ്റീവ് മേഖലയിലുള്ള ആളുകൾക്കൊക്കെ ഏറ്റവും നല്ലതായിരിക്കും. പ്രണയിക്കുന്നവർക്ക് അതൊരു സമ്മിശ്ര ഫലമാണ് കിട്ടുക. പിന്നെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിലൊക്കെ നല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായിട്ട് വരും. മറ്റെല്ലാ ഗ്രഹങ്ങളും നിങ്ങൾക്ക് കൂടുതൽ അനുകൂല ഫലങ്ങളാണ്, പറഞ്ഞാൽ പോസിറ്റീവ് ഫലങ്ങളാണ് കിട്ടുക പുതുവർഷത്തിൽ.
തൊഴിൽപരമായി 2025 നിങ്ങൾക്ക് സ്വദേശത്താണെങ്കിലും വിദേശത്താണെങ്കിലും നല്ല പുതിയ തൊഴിലവസരങ്ങൾ കിട്ടും. അതുപോലെ തൊഴിൽ പുരോഗതി നേടാൻ പറ്റും. കഠിന പ്രയത്നത്തോടെ നിങ്ങൾക്ക് തൊഴിൽ മേഖലയിൽ വിജയിക്കാൻ പറ്റും. സമ്പത്തും സമൃദ്ധിയും ഉണ്ടാകും. നിങ്ങൾ ശനിയാഴ്ച ദിവസങ്ങളിൽ വ്രതമെടുത്ത് നിങ്ങളുടെ മതാചാര പ്രകാരം പ്രാർത്ഥിക്കുന്നത് കൊണ്ട്, അതുപോലെ ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് നടത്തുന്നത്, മഹാഗണപതിയെ ആരാധിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഭാഗ്യവും ലാഭവും വർദ്ധിക്കും. എല്ലാ മേടൻ രാശിക്കാർക്കും പുതുവർഷം നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്